ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം. ഇത് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് സമൂഹങ്ങളോട് കലഹിക്കാനോ അവരെ ഇകഴ്ത്താനോ അല്ല. പുതിയ നിയമം ഈശോ എപ്പോഴെങ്കിലും പറഞ്ഞോടാ ഒരു ഡയറി എടുക്കണം, ഞാൻ പറയുന്നതൊക്കെ എഴുതിയെടുത്തേ, കുറച്ച് കഴിയുമ്പോൾ ആവശ്യം പറഞ്ഞോ ഇല്ല. നിങ്ങളുടെ ഒപ്പീനിയനിൽ എന്തിനാണ് വചനം എഴുതിയത്? വി ആർ നോട്ട് ഫോളോവേഴ്സ് ഓഫ് എ ബുക്ക്, വി ആർ ഫോളോവേഴ്സ് ഓഫ് എ പേഴ്സൺ. ഈശോയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, പുസ്തകത്തെ അല്ല. അപ്പൊ കത്തോലിക്കർ ഇനി പകച്ചു പോകരുത്. പെട്ടെന്ന് നമ്മളൊന്ന് ചോദിക്കുവാനല്ലേ ബൈബിളിലൂടെ ഇതിപ്പോ നമ്മുടെ ഇടയിൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്ത് പറഞ്ഞാലും ബൈബിളിലൂടെയാ. അപ്പൊ നമ്മൾ എന്താ പറയാ? വിശ്വാസപ്രമാണം. കത്തോലിക്ക സഭ 24 സഭകൾ ഒരേ വിശ്വാസമാണ് ഏറ്റു പറയുന്നത്, ബൈബിളിലൂടെ. ഇവിടെയാണ് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്റ്റ് ചർച്ചസും കത്തോലിക്ക സഭയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ. നമ്മൾ കാത്തലിക് ചർച്ച് എന്ന് പറയുമ്പോൾ ഓർക്കണം, ആ സമയത്ത് കാത്തലിക് ഓർത്തഡോക്സ് ഡിവിഷൻ നടന്നിട്ടില്ല. അപ്പോൾ അപ്പസ്തോലിക് ചർച്ചസ്. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പാരമ്പര്യം പ്രധാനപ്പെട്ടതെന്ന് ബൈബിളിലൂടെ കിടക്കുന്നു. വചന മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. വീഡിയോയിൽ നമ്മൾ കണ്ടു, അച്ഛൻ പറയുന്നു ബെന്തിക്കോസുകാരും കത്തോലിക്കരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച്. അതിനകത്ത് അദ്ദേഹം പറയുന്ന 3 കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ അദ്ദേഹം പറയുകയാണ്, ബെന്തിക്കോസുകാർക്ക് എന്താ പറയുക, യേശു മാത്രമേ ഉള്ളൂ ഫോളോവർ, അല്ലേ? ശരിയായിരിക്കും, അത് സത്യമാണ്. ഞങ്ങൾ കൊന്ത ചൊല്ലുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ കുറച്ചു നാളായിട്ട്, ഈയിടെ എനിക്ക് തോന്നുന്നു റോമിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായ ശേഷമാണ് ഒരു തെറ്റ് ഇവരിപ്പോൾ തിരുത്തിയതേ ഉള്ളൂ. ആ തെറ്റ് എന്തായിരുന്നു? സഹരക്ഷക അല്ലെങ്കിൽ മധ്യസ്ഥത എന്നുള്ള മറിയത്തെക്കുറിച്ചുള്ള ആ ഒരു ഭാഗം. അപ്പൊ ഇവർ ബൈബിൾ നോക്കുന്നില്ല എന്നുള്ളതല്ലേ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ബൈബിൾ പറയുന്നത് മാത്രമല്ലെന്നാണ് ഇവർ പറയുന്നത്, പാരമ്പര്യം കൂടി നോക്കണമെന്നൊക്കെയാണ് ഇവരുടെ വാദം. അതിനൊരു വാക്യമൊക്കെ അച്ഛൻ പറയുന്നു, വാക്യം നമ്മൾ കേട്ടു. അപ്പം ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ഞങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ പറയുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ പറയുന്നത് കൊന്ത ചൊല്ലാൻ യാതൊരുവിധ ദൈവത്തെ അനുസരിക്കുന്ന ഒരു വിശ്വാസിക്ക് അത് ചൊല്ലേണ്ട ഒരു ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കൊന്ത ചൊല്ലുക എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞു പാരമ്പര്യത്തെക്കുറിച്ച് ഞാൻ ഒരു വാക്യം പറയാം. 1 പത്രോസ് 1 അധ്യായം 18 വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. വൃത്തവും പാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വേണ്ടെടുത്തിരിക്കുന്ന പൊന്ന് വെള്ളി മുതലായി അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം പാരമ്പര്യം നോക്കിയല്ല നമ്മളെ കർത്താവിലേക്ക് വിളിച്ചത്, അല്ലെങ്കിൽ കർത്താവിലേക്ക് തെരഞ്ഞെടുത്തത് പാരമ്പര്യം നോക്കിയല്ല. അതവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പാരമ്പര്യം വൃത്തവും എഴുതിയിരിക്കുന്നത്, വൃത്തമായിട്ടുള്ള പാരമ്പര്യത്തിൽ നിന്നും അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്ത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവവചനം നോക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്റെ വചനം അനുസരിക്കുന്നത് പാലിക്കുമെന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അത് പാലിക്കാൻ കഴിയാത്തവരാണ് ഈ പറയുന്നത് പാരമ്പര്യങ്ങളുടെ പുറകെ പോകാമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിക്കുന്നത്. അപ്പം സഭയ്ക്ക് ഒരു പ്രമാണമുണ്ടെന്നാണ് പറയുന്നത്. സഭയുടെ പ്രമാണമാണോ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ പ്രമാണമാണോ നമുക്ക് വേണ്ടത്? അല്ലേ? സഭ ഉണ്ടാക്കി വെച്ച്, അല്ലെങ്കിൽ അവരുടെ സഭയല്ല, അവരുടെ ആ റിലീജിയൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതാണോ നമുക്ക് വേണ്ടത്? ദൈവവചനം എന്ത് പറയുന്നുവോ ഈ വചനം അനുസരിച്ച് ജീവിക്കുവാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, അല്ലേ? ഈ വചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്നവരാകണമെന്ന് പത്രോസ് പറയുന്നുണ്ട്, പത്രോസിന്റെ ലേഖനത്തിൽ.
അല്ലേ? അപ്പൊ ഈ വചനങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടതും ആ വചനത്തിലുമാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും എന്നുള്ള കാര്യമാണ് പത്രോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞിരിക്കുന്നതിന് പ്രധാനമായ പൊരുളെന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് അല്ലേ ആണോ അതെല്ലാം ചെയ്യുന്നത്? അപ്പൊ ഇവർക്ക് എന്ന് പറയുമ്പോൾ 1000 വിശുദ്ധന്മാരും 1000 വിശുദ്ധരുമുണ്ട്. അവരെയൊക്കെ വിശുദ്ധന്മാരായത് മറ്റൊരു വിശുദ്ധനെ നോക്കിയിട്ടല്ല അവർ വിശുദ്ധരായത്, അല്ലേ? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വിശുദ്ധന്മാരെ നോക്കി വിശുദ്ധരാകാൻ നിൽക്കുകയാണ്. അങ്ങനെയല്ല അവർ വിശുദ്ധരായത്. അവർ വിശുദ്ധരായി പ്രഖ്യാപിച്ചവരെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയിട്ടാണ് അവർ വിശുദ്ധിയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം അവർ തെരഞ്ഞെടുത്തത്, അല്ലേ? അതല്ലേ അതിനകത്ത് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അത് ഇന്നും കത്തോലിക്ക സഭയ്ക്ക് അറിയില്ല. കാലാകാലങ്ങളായി അവർ തെറ്റുകൾ തിരുത്തി വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ തെറ്റ് തിരുത്തിയ ശേഷം അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞത്. പക്ഷേ അതൊന്നും വിഗ്രഹങ്ങൾ പോലും വെക്കുവാൻ പാടില്ല എന്ന് ദൈവവചനം വിലക്കുന്നുണ്ട്. അതും അവരത് തെറ്റിച്ചത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്നാണ് അതിനൊരു മാനസാന്തരം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അതുകൊണ്ട് ഈ ബുക്ക് ഓഫ് ലോഡിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വചനം കേട്ട എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോകൾ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.